എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തോ സംഭവം ഉണ്ട്. അതൊരു തലയിൽ പറഞ്ഞിട്ട് അവർ അവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് വീണ്ടും അതിൻ്റെ ശക്തി ഇവിടെ കാണിക്കുന്നുണ്ട്. അതാണ് ഒന്നുമില്ല. പ്രേക്ഷകർക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കണ്ടവർക്ക് ഞാൻ വെറുതെ വന്നപ്പോൾ കയറി ഇരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടിരിക്കാനുള്ളതുണ്ടോ? അങ്ങനെ ഒന്നും ഇല്ലെന്നേ. ഒന്നുമില്ല. കൊടുത്ത പൈസയ്ക്ക് എവിടെ മുതലാവാൻ? ഒരു 2.5 മണിക്കൂർ എങ്ങനെ ഉണ്ടായിരുന്നു? 2.25 മണിക്കൂറേ ഉള്ളൂ ഇവിടെ. കുഴപ്പമില്ല. നല്ല പടമാണോ? നല്ല പടമാണ്. വലിയ മെസ്സേജായിട്ട് നമ്മുടെ നാട്ടിലേക്ക് പിന്നെ വേറുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന ദേശങ്ങളിൽ നടക്കുന്ന സംഭവത്തെ പറ്റിയുള്ള നല്ലോണം ചെയ്തിട്ടുണ്ട് പടം. മലയാളിയെ കണക്ട് ആവാനുള്ള ഇതുണ്ട്. പിന്നെ മലയാളികൾക്ക് എല്ലാം പടം നല്ലോണം ഓടുന്നേ. എടുത്തു പറയാനുള്ള ഇപ്പോഴത്തെ ഉള്ള സാഹചര്യങ്ങളിലുള്ള ഒരു വ്യത്യസ്തമായൊരു പ്രമേയം. നല്ല അഭിനയമാണ്. നല്ല പടമാണ്. ശരിക്കും ഇപ്പം അനുഭവമുണ്ട്. ദർശനമൊക്കെ എല്ലാവരും ഉണ്ട്. മലയാളത്തിലുള്ള അവരെല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ ഗൗതമേനൻ ഉണ്ട്. എല്ലാം കൊണ്ട് നല്ലൊരു പടമാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. 2 മണിക്കൂർ നല്ലോണം ഇരിക്കും. நல்ல படம், நல்ல கதை இருக்குது. லேடிஸ்க்கு நல்ல சூப்பரானது. மூட நம்பிக்கை கிடையாது. மூட நம்பிக்கை இருந்து இந்த காலத்தில் இருக்கக்கூடாது. மூட நம்பிக்கைலாம் இருந்தால் பெண்களுக்கு நல்ல ஒரு ஸ்டோரி. அதுதான் சாமி நம்பிக்கை இருக்குது. ஆனால் சாமி நம்பிக்கை இல்லை. சாமி நம்பலாம், ரொம்ப மூட நம்பிக்கை இருக்கக்கூடாது. அதுதான் அரசியல் கிடையாது. நல்ல பெண்களுக்கு நல்ல படம். பர்ஃபார்மன்ஸ் நல்லா ஆக்டிங்க. ஆடியன்ஸு எனக்கு பிடிச்சிருக்கு. ஆடியன்ஸு பார்க்கலாம். பெண்கள் நல்லா ஸ்டோரி பார்க்கலாம். தர்ஷனாக்கு எப்படி இருக்குது? நல்லா இருக்குது. ஆமாம், அந்த சப்ஜெக்ட் தான் நம்ம நாட்டுக்கு செட் ஆகும். நம்ம கேரளா தமிழ்நாடுக்கெல்லாம் செட் ஆகும். நல்ல படம் தான். வர்றது வாய்ப்பு பரவு. பெண்களுக்கு நல்ல படம். பெண்கள் வந்து பார்க்கலாம், ஃபேமிலியோடு வந்து பார்க்கலாம். நீங்கள் ஒரு நம்பிக்கையோடு தானே இந்த படத்துக்கு வந்தீங்க? அதான் நம்பிக்கையோடு தான் வந்தது. எனக்கு பிடிச்சிருக்கு படம். கொடுக்க பைசைக்கு வரத்த படம்? ஒர்த்து படம் ஒர்த்து. நல்ல படம். കുഴപ്പമില്ല. മലയാളിയൊക്കെ അത്ര ഒരു ഇത് മേടിക്കില്ല. ഇവിടെ കേരളത്തിലുള്ളതല്ല രീതിയല്ല. ഇല്ല ആ ഒരു പ്രതീക്ഷയിലുമല്ല. എല്ലാവരും അഭിനയം കേൾക്കുന്നുണ്ട്. അവരെന്നുള്ള എടുത്തു പറയാൻ ഒരു ആളിൻ്റെ സംഭവം എടുത്ത് പറയാം. നായികർ നമ്മളൊരു ഫാമിലി ഓഡിയൻസ് ഒക്കെ വന്നാൽ തൃപ്തിപ്പെടുത്തു. കേരളത്തിലായതുകൊണ്ട് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇല്ല, തെലുങ്ക് രീതിയിൽ തെലുങ്കാണ് പടം. തെലുങ്ക് പടമാണ്. മലയാള ഡബിങ് എങ്ങനെയുണ്ട്? ശബ്ദമൊക്കെ കുഴപ്പമില്ല. അങ്ങനെ എടുത്ത് പറയത്തക്ക അങ്ങനെ വിവാദമായിട്ട് തോന്നുന്നു. അങ്ങനെ തോന്നുന്നില്ല. മൊത്തത്തിൽ എങ്ങനെയുണ്ട് പടം? കുഴപ്പമില്ല. ഭയങ്കര ഇതൊന്നും പറയാനില്ല. എന്നാലും കുഴപ്പമില്ല. കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പിന്നെ എന്താ പറയുന്നത്, ഈ ബാംഗ്ലൂർ കർണാടകയിലുള്ള അടിച്ചമർത്തപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സിനിമയാണ്. നല്ല തീമാണ്. ഒരു സോഷ്യൽ ചേഞ്ച് എന്നാണ് എൻ്റെ. പക്ഷേ ആളുകൾ കുറവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. നല്ല മെസ്സേജ് തന്നെയാണ്. ഫെമിനിസ്റ്റ് ഫിലിമാണ്. ഞാനാദ്യം ഒരു മുസ്ലിം ബേസ്ഡ് സ്റ്റോറി എന്നാണ് വിചാരിച്ചത്. നോക്കിയപ്പോഴത് ബാംഗ്ലൂരിലുള്ള അടിച്ചമർത്തപ്പെട്ട ഏതോ കുഗ്രാമമാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ആവശ്യമില്ലാത്ത ഒരുപാട് വിശ്വാസങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് പൊളിച്ചു മാറ്റുന്ന ഒരു നല്ല മൂവിയാണ്. എല്ലാവരുടെ അഭിനയമൊക്കെ കൊള്ളാം. പക്ഷേ അഭിനയത്തെക്കാൾ ഉപരി എനിക്ക് എൻ്റെ തീമാണ് ഇഷ്ടപ്പെട്ടത്. നല്ലൊരു സ്ട്രോങ് മെസ്സേജാണ്. മലയാളികളുടെ നമ്മുടെ നാട്ടിലും ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. അപ്പോൾ ഇത് ഒരു ശരിക്കും സോഷ്യൽ ചേഞ്ചാണ്. ആദ്യം അങ്ങനെയൊന്നും അല്ല. ഒരു ഗ്രാമം കാണിക്കുന്നുണ്ട്, പക്ഷെ അത് ജാതി ബേസ്ഡ് അല്ല. ഒരു കുഗ്രാമം ആയിരിക്കാം. മതത്തിൻ്റെത് ഒരു ജാതിയെ മുസ്ലിംസിനെ അങ്ങനെയൊന്നും സാധനം പറഞ്ഞ മുസ്ലിംസിനോട്ട് കണക്ട് ചെയ്തോണ്ട് അങ്ങനത്തെ മുസ്ലിംസിനുമായിട്ടുള്ള ഒരു കണക്ഷനില്ല ഇതിൽ. കർണാടകയിലുള്ള ഒരു ഡബ്ബിംഗ് ഫിലിമാണല്ലോ. ഇപ്പോൾ കർണാടക തന്നെയാണത് എൻ്റെ ബേസ്. ഞാൻ ആസ്വദിച്ചു. ഞാനങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്, ഫെമിനിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശരിക്കും ആസ്വദിച്ചു. ഇനി ഫാമിലിയോടെ ഒന്ന് അവരെയും കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇഷ്ടപ്പെടില്ല. ഈ രീതിക്ക് ചിന്തിക്കുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും.